ഹലോ. സോ അപ്പം എന്നാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോയിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്തിലാ അതിൽ തന്നെ ആ 2024 CAT ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ലോട്ട് 1 ക്വാണ്ടിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓർഡർ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേതായിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് അതിൽ. അപ്പോ ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, let x, y and z be real numbers satisfying 4 into x squared plus y squared plus z squared is equal to a, 4 into x minus y minus z is equal to 3 plus a. Then a equals 3, 1, 1 by 3, 4, 1. So, അപ്പോൾ നമുക്ക് ഇത് ചെയ്യല്ലേ? ഓക്കെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? 4 into x squared plus y squared plus z squared is equal to a എന്നും പിന്നെന്താ 4 into ഒരു മിനിറ്റ് 4 into x minus y minus z അല്ലേ is equal to 3 plus a എന്നും. അത് എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യാം? ഇതൊന്നും വലിയ ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ സോൾവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരുമാതിരി ലൈക്ക് സെറ്റ് തിയറിന്റെ ഒരു ഇതുപോലെയൊക്കെ, പിന്നെ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് കുറച്ച് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ ഒരു സെറ്റ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്. ഫങ്ഷൻസ്, റിലേഷൻസ്, സെറ്റ് അതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം നമുക്ക്. പക്ഷെ ഇത് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണല്ലേ? ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ ആൽജിബ്ര അല്ലേ? ജസ്റ്റ് ആൽജിബ്ര ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ നമുക്ക് ജസ്റ്റ് ഇതാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഓ, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 into x minus y minus z is equal to 3 plus 4 into x squared plus y squared plus z squared അല്ലേ? ഇങ്ങനെ വരും. ഇനി നമുക്ക് ഒരു ട്രെയിൻ ഓഫ് തോട്ട് എനിക്ക് ആദ്യം പോയത് എന്താന്ന് പറഞ്ഞാൽ, ഈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് എക്സ് സ്ക്വയർഡ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അപ്പൊ തന്നെ എക്സ് മൈനസ് വൈ മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കി. പക്ഷെ അപ്പൊ എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz ഇങ്ങനൊരു ഫോർമുലയാണ് വരിക എന്നാണ്. അങ്ങനെ തന്നെ വരിക. അപ്പൊ ഇതിൽ നമുക്ക് ഈ സാധനമൊക്കെ വരും. ഈ സാധനത്തിലൊന്നും എനിക്ക് ഇത് എങ്ങനെ കളയണം എന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. ഞാൻ സ്റ്റക്കായി. ഞാൻ എൻ്റെ ട്രെയിൻ ഓഫ് തോട്ട് പറയാണ്. അപ്പൊ അതല്ല കാര്യം. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് മെയിൻ. കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കും വരിക, ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രാക്ടീസിൽ വരുന്ന സാധനമാണ്. അതിപ്പോ ആർക്കും ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ വേറെ ടൈപ്പ് കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല. ചിലർക്ക് കിട്ടാം, ചിലർക്ക് കിട്ടാതിരിക്കാം. പക്ഷെ എങ്ങനെയായാലും അതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പം എന്നാ പിന്നെ അടുത്തൊരു കാര്യം നോക്കാം. അടുത്ത കാര്യം നോക്കുമ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, എല്ലാം ഇപ്പൊ ഇതിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയി നോക്കാം. ഓക്കെ, അപ്പൊ എന്താവും? അല്ല, റൈറ്റ് സൈഡ് കൊണ്ടുപോയി നോക്കാം. അപ്പൊ 4 into x squared plus y squared plus x square ഈ സാധനം പ്ലസ് 3 ഓക്കെ മൈനസ് 4 into x minus y minus z is equal to 0 എന്നുള്ള ഫോർമുല വരും. ഇനി ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ സീക്രട്ട് മനസ്സിലാവും. 4x square plus 4y square plus 4z square plus 3 minus 4x plus 4y plus 4z. അപ്പൊ പറയും ഇപ്പൊ ഇതെന്താ, ഇതിനിപ്പോ എന്താ കാര്യം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് 3നെ ഇതിൽ ഒരു നമ്മൾ കാണുന്നുണ്ട് 4x സ്ക്വയർ ഉണ്ട്, 4x ഉണ്ട് അല്ലേ? 4x സ്ക്വയർ എന്താണ്? 2x ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ,
4x-ഉം 4y-യും 4z ഒക്കെ നമുക്ക് 2 into 2x 2 into 2y 2 into 2z എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ 2x-ഉം 2x-ന്റെ ഒരു അത് കുറച്ചുകൂടെ ക്ലിയർ ആവണത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരേ എക്സ് ടേം വരുന്നതൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഇതിൽ ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ഇത് ചിലപ്പോൾ നമ്മുടെ സമയം കളയും. പക്ഷെ നമുക്ക് ഇപ്പം ഇങ്ങനെ എഴുതി നോക്കാം. y ടേംസ് എല്ലാം ഒന്ന് ഗ്യാദർ ചെയ്യുക, എക്സ് ടേംസ് എല്ലാം ഒന്ന് ഗ്യാദർ ചെയ്യുക, z ടേംസ് എല്ലാം ഒന്ന് ഗ്യാദർ ചെയ്യുക. ഇപ്പം ഇങ്ങനെ വന്നു +3 is equal to 0 എന്ന് വന്നു. ഇനി നമ്മുടെ 3 ഉണ്ടല്ലോ, അതിനെ നമുക്ക് കിട്ടിയില്ല. 4x² + 4y² + 4z² - 4xy - 4yz അല്ല എന്താണ് -4 x + 4y + 4z + 3 is equal to 0 ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇത് നമ്മൾ ഈ 3നെ നമുക്ക് 1 + 1 + 1 ആക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ, പക്ഷെ ഇങ്ങനെ ആവശ്യമില്ല. -4x + 4y + 4z + 1 + 1 + 1. ഓക്കെ, ഈക്വൽ ടു 0. ഇത് ഒരു 1 നമുക്ക് 4x² - 4x + 1 ഒരു സാധനം ആക്കി എഴുതാമല്ലോ, പ്ലസ് 4y² + 4y. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫോർമുലയുടെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 4y + 1 + 4z² + 4z + 1 is equal to 0 എന്ന് നമുക്ക് എഴുതാം. ഈ സാധനം 4x² - 4x + 1 എന്താണ്? 2x - 1 the whole square. 2x the whole square 4x² -2 into 2x - 4x + 1. ഓക്കെ, അതേപോലെ ഇതെന്താണ്? 2y + 1 the whole square ആണ്. അതേപോലെ ഇത് 2z + 1 the whole square ആണ്. 2z 4z² 4z + 1 കറക്റ്റ് ആണ്. is equal to 0 എന്ന് വന്നു. ഓക്കെ, ഇപ്പൊ ഇതില് 3 സ്ക്വയർ ടേംസ് ആണ്. ഇത് ഈക്വൽ ടു 0 ആണ്. അപ്പോ ഇതിന്റെ അടുത്തൊരു ഇത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 3 പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ ഈച്ച് വൺ ഓഫ് ദം ഷുഡ് ബി 0. കാരണം a + b + c is equal to 0 എന്നാണ് വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ a + b + c is equal to 0, a is greater than 0, b is greater than 0, c is greater than 0. All are greater than 0. If that is the case, then to get 0, then a + b + c is always going to be greater than or equal to 0, because if a, b and c are all positive, then a + b + c greater than or equal to 0. Okay, a is greater than 0. If a is greater than 0, then a + b + c is greater than 0. If b is greater than 0, then a + b + c is greater than 0. If c is greater than 0, then a + b + c is greater than 0. മനസ്സിലായോ? അപ്പോൾ ഇത് മൂന്നും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, കാരണം സ്ക്വയർ ആയതുകൊണ്ട്. കാരണം എന്തിന്റെ സ്ക്വയർ എടുത്താൽ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് a greater than 0 ആണെങ്കിൽ, then a + b + c is obviously going to be greater than 0, because this is going to be greater than a at the minimum. Okay, that is the necessary condition now is that a is greater than or equal to 0, so is b greater than or equal to 0, so is c greater than or equal to 0. Now let us assume that if a is not greater than or equal to 0, a is strictly greater than 0, which means a is not 0. If a is not 0, then a is positive. b and c, if they are 0 or positive, then a + b + c is obviously going to be positive. A + b + c is not going to be 0, which implies a can't be greater than 0, which means a is equal to 0. And similarly, b is also equal to 0. Similarly, c is also equal to 0. This is the reasoning that goes behind, which implies what? All of these square terms are equal to 0, which thereby means what? The simple thing. Okay.
Okay. So that means what? 2x minus 1 the whole square is equal to 0. So is 2y plus 1 the whole square. So is 2z plus 1 the whole square. Which means 2x is equal to 1, which is 2x minus 1 is also then equal to 2x minus 1 is also equal to 0, which means x is equal to 1 by 2. 2y plus 1 is equal to 0, which means y is equal to minus 1 by 2, and z is equal to minus 1 by 2. Okay. So these are x, y, and z. So what's the question? The question is what is a? Okay, what is a? So what is a? A is equal to what? A is equal to 4 into x squared is 1 by 4 plus y squared is 1 by 4 plus z squared is 1 by 4, which means 4 into 3 by 4, which means equal to 3. So answer is a is equal to 3. So thank you for listening to this session. So stay tuned for the next session. So till then, bye.